ഹലോ ഗൈസ്, നമ്മൾ നേരത്തെ നീച്ചൊരു സ്ഥലം വരെ പോവാണ്. അപ്പം ഞാൻ നീച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം മഴ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി കുളിച്ച് മാറ്റി റെഡി ആയിട്ട് വന്നു. ഇന്ന് എൻ്റെ അമ്മയാണ് രാമേട്ട ഡ്രോപ്പ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് പ്രിയദർശിനിയിലാണ് ഗൈസ് പോണത് വിത്ത് മൈ ക്രൈം പാർട്ട്ണർ വൃന്ദ. നമ്മൾ കയറിയതിന് ശേഷം ഗുരുവായൂരിലോട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത്, പക്ഷെ ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പ്രിയദർശിനിയിൽ കയറേണ്ടിയിരുന്നില്ല എന്ന് പോലും വിചാരിച്ചു, അത്രയും തിരക്കായിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റിന് പോയിട്ട് ചായ കുടിച്ചു. ബിക്കോസ് ഗൈസ് നമുക്ക് 2 പേർക്കും നല്ല വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ വരി എവിടെയാണെന്ന് നോക്കി. അപ്പോഴാണ് ഗൈസ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞത്, ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. സോ ഒടുക്കത്തെ തിരക്കാണ് ഗുരുവായൂരിൽ. നമ്മളിവിടെ അവിടെ ഒരു ചേച്ചിയും ചേട്ടനും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. എന്നിട്ട് ലൈൻ നിന്ന് ഗൈസ് കണ്ടു, വലിയ ലൈനായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അന്ന് നമ്മളൊരു 1:30 ആയപ്പോഴാണ് തൊഴുതിറങ്ങുന്നത്. ഒരു മാമ അവിടെ ശ്രീകൃഷ്ണൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട്. അപ്പോൾ വൃന്ദേൻ്റെ അരങ്ങേറ്റത്തിൻ്റെ സ്റ്റോറിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിന് ശേഷം നമ്മൾ പഴയിടം രുചി പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ മീൽസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി പോയിട്ട് നമുക്ക് കിട്ടിയില്ല. അവസാനം നമ്മൾ വെജ് ബിരിയാണി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ തിരിച്ച് ഷോപ്സിലൊക്കെ അങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് പാൽപ്പായസം ഷീറ്റാക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും ഗുരുവായൂരിലോട്ട് തന്നെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് നടന്നു. എന്നിട്ട് പാൽപ്പായസം ഷീറ്റാക്കി കൗണ്ടറിൽ നിന്ന് പാൽപ്പായസത്തിൽ ലൈനൊക്കെ നിന്ന് പായസം കളക്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ മറ്റേ കോൾഡ് കോഫി എന്തോ ഒരു റീൽസിൽ കണ്ടിട്ട് കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തോ ചോക്ലേറ്റ് എന്തോ കുടിച്ചു. എന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന നല്ല മഴയൊക്കെ കിട്ടി. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി വന്ന് തിരിച്ച് വീട്ടിലെത്തി.